Hey guys, welcome back to നമ്മുടെ ചാനൽ. അപ്പോൾ കുറേ അധികം ആൾക്കാർ ചോദിച്ച ആ ഒരു ബലേനോൻ്റെ ഓട്ടോമാറ്റിക് നമ്മൾ ഒട്ടുമിക്ക ബലേനോകളും ചെയ്തിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക് ബലേനോൻ്റെ വീഡിയോ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ടോപ്പ് എൻഡ് കാര്യങ്ങളല്ല, ടോപ്പ് എൻഡ് തൊട്ട് താഴെയുള്ള മോഡലാണ് കേട്ടോ. അതാ ഈ കിടക്കുന്നത്. ബേസ് മോഡലിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇല്ല. ടോട്ടലി 4 വേരിയൻ്റ് ആണ് വരുന്നത്. ഏറ്റവും ബേസിൽ ഓട്ടോമാറ്റിക് ഇല്ല, അത് മാനുവൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ല നമുക്ക് ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞത്. മാനുവലും അല്ലാത്തതുണ്ട്. അപ്പോൾ നമ്മളിരിക്കുന്ന സെയിം ബലേനോൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെതായി സാധനം പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളിലുണ്ടെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നത് DJയിലാണ് കേട്ടോ. DJയിൽ ഫുട്ടേജ് 4K 60 നോക്കണമെന്നുള്ളവർക്ക് നോക്കാം. നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറേ ക്രോം എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളെ വണ്ടിയിൽ ഇതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല കേട്ടോ. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് പറഞ്ഞാൽ അത് ഡീക്രോം ചെയ്യാൻ പറ്റും. ഇത് മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പിയാനോ ബ്ലാക്ക് ആക്കാം. ഇവിടെയൊക്കെ നമുക്ക് പിയാനോ ബ്ലാക്ക് ആക്കി കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പരിപാടി പറഞ്ഞത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓട്ടോ ഇട്ടാൽ നമുക്ക് കത്തും, ഓഫ് ചെയ്യാനാൽ നമുക്ക് ഓഫായി കിടക്കും. അതുപോലെ തന്നെ DRL പറഞ്ഞുണ്ട്, ഇൻഡിക്കേറ്റർ ഹാലോജനാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ പ്രൊജക്ടറാണ് കേട്ടോ പറഞ്ഞത്. ഫോഗ് ലാമ്പ് വേണമെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാം. നിങ്ങൾക്കൊരു 8 രൂപയ്ക്ക് മുകളിൽ കൊടുത്താൽ നല്ല കിട്ടുന്ന സാധനം ട്രൈ കളറൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഷോറൂമിലൊക്കെ ആണെങ്കിൽ 7-8 രൂപ കൊടുക്കാൻ പറ്റും. സിംഗിൾ കളറുകൾ, അത് വലിയ പവറും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിടാൻ പറ്റും. അലോയ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളർ അലോയ്സ് ആണ് പറഞ്ഞത്. നമ്മളിത് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. 95, 55, R16 ആണ് കേട്ടോ. 16 ഇഞ്ച് വീലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്രയാണ് ആ ഒരു ട്രാവലിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ശംഖുമുഖത്തുനിന്ന് ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് ലൈസൻസിൻ്റെ ഒക്കെ H8 എടുക്കണം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൈസ കൊടുത്ത് കയറിയിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇത്രയും നേരം മഴ ഇരുന്നാണ്ട് ഫുൾ മഴയൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ വെട്ടുകാടൊക്കെ പോയി നോക്കി കേട്ടോ. അവിടെയൊക്കെ പോയപ്പം നല്ല മഴ. അവിടെ നേരെ നമ്മളിങ്ങനെ വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ഡോർ ഹാൻഡിൽ ക്രോമാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്ത് കേട്ടോ. ഇതിൽ നമുക്ക് സ്റ്റിക്കർ ചെയ്യാൻ പറ്റില്ല. പെയിൻറ്റ് ചെയ്യൊക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ സാധനം വാങ്ങിച്ച് നിങ്ങൾ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ കീ ഇടാൻ പറ്റും. ആ കീ എവിടെയെന്ന് വെച്ചാൽ ഇതിൽ കീ എവിടെയെന്ന് വെച്ചാൽ ഇത് കണ്ട, ഈ ഒരു സാധനം കണ്ട, ഈ ഒരു സാധനം ഇങ്ങനെ ഞെക്കുമ്പോൾ ഇത് ഊരി വരും. ഇതാണ് ഇതിൻ്റെ കീ ആട്ടോ പറഞ്ഞത്. നമ്മളെ വണ്ടിയിൽ എല്ലാത്തിലും കാണിച്ചിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു സാധനം വാങ്ങിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. മറ്റേ കീ കവർ വാങ്ങിച്ചിട്ടാൽ ലോക്കൽ സാധനമാണെന്നുണ്ടെങ്കിൽ അത് റേഞ്ച് കിട്ടത്തില്ല. ഇവിടെ നിന്ന് നമ്മൾ അറ്റത്തൊക്കെ പോയിട്ട് ലോക്ക് ചെയ്താൽ ലോക്കാവത്തില്ല. പക്ഷേ ഇത് കവർ ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് അടിച്ചാലും ഇത് ലോക്കാവും. പിന്നെ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. ഇതിപ്പോൾ വണ്ടി എടുത്തിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയുടെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരാം. ഇവിടെ ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു സ്പോയിലർ എന്ന് പറഞ്ഞാൽ ഇത് സ്പോയിലർ തന്നെയാണ്, പക്ഷേ കമ്പനി തന്നെ പറഞ്ഞ സാധനമാണ്. എക്സ്ട്രാ സ്പോയിലർ കാര്യങ്ങളൊന്നും വെച്ചല്ല. എക്സ്ട്രാ സ്പോയിലർ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. ഇതും ക്രോം എലമെൻറ്റ് തന്നെയാണ് പറഞ്ഞത്. തന്നെ സുസുക്കിയുടെ ലോഗോ ഇവിടെ പറഞ്ഞുണ്ട്. ഈ സുസുക്കിയുടെ ലോഗോയിലും ക്രോമി തന്നെയാണ് പറഞ്ഞത്. നമുക്കത് വേണമെങ്കിൽ ഡീക്രോം ഒക്കെ ചെയ്യാൻ പറ്റും. ബലേനോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിലും ക്രോമി തന്നെയാണ് പറഞ്ഞത്. പെട്രോൾ ടാങ്ക് ഇപ്പുറത്താണ് പറഞ്ഞത്. അപ്പം പെട്രോൾ ടാങ്ക് ഏത് സൈഡിലാണ് പറഞ്ഞത് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞു തരാം. ബാക്ക് ടയർ 195, 55, R16 തന്നെയാണ് പറഞ്ഞത്. അത് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡുവൽ ടോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിലോട്ട് പോകേണ്ടി വരും കേട്ടോ. ടോപ്പ് എൻഡിൽ ഇല്ലാത്തത് ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡിൽ പോകുമ്പോൾ ഡുവൽ ടോൺ വരും. ഇതിലാണെങ്കിൽ നോർമലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഓട്ടോ മിറർ ഫോൾഡ് പരിപാടിയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 3000 രൂപയൊക്കെ എന്തോ കൊടുത്താൽ നമുക്ക് ഓട്ടോ ഫോൾഡ് ആക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ടോപ്പിൽ നിന്നും ഇതിലോട്ട് വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോണറ്റിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ബോണറ്റ് തുറക്കാനുള്ളത്. പെട്രോൾ ടാങ്ക് തുറക്കാനുള്ളത് ഇവിടെയാണ്. പെട്രോളിൻ്റെ ഗേജിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ആരോ മാർക്ക് അങ്ങോട്ട് കാണിച്ചേക്കിനാണ്ടോ, അത് ഗ്ലെയർ അവിടെ നിന്ന് അടിക്കുന്നുണ്ടാണ്. ആരോ മാർക്ക് അങ്ങോട്ട് കാണിച്ചിരിക്കുന്നതിനർത്ഥം അപ്പുറത്തെ സൈഡിലാണ് പെട്രോൾ തുറക്കാനുള്ളത് എന്നാണ് കേട്ടോ. നമ്മൾ വന്നിട്ട് നമ്മൾ ബോണറ്റ് തുറക്കാനുള്ള ഇവിടെ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ ഇതിങ്ങനെ പൊക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ആ ഒരു 1.2 ലിറ്ററിൻ്റെ 4 സിലിണ്ടർ വരുന്ന 89 HP വരുന്ന ആ ഒരു എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സൊക്കെ അങ്ങ് അടിയിലാണ് ഗിയർ ബോക്സൊക്കെ പോണത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പം ഈ ഒരു എഞ്ചിൻ റൂം ചേരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 4 സിലിണ്ടർ കിട്ടാനൊക്കെ പാടായിരിക്കും. ഇനി 3 സിലിണ്ടറിൻ്റെ മാനുഫാക്ചറിംഗ് ഒക്കെ വന്നാൽ പിന്നെ 4 സിലിണ്ടർ കിട്ടൂല. ഇത് അത്യാവശ്യം അടിപൊളി വണ്ടിയാണ്ടായി. ആ ഒരു 4 സിലിണ്ടർ പറ്റുമെങ്കിൽ നിങ്ങൾ 4 സിലിണ്ടർ വണ്ടി എടുക്കാൻ നോക്കുക. ഡോർ തുറക്കുമ്പോൾ നമുക്ക് ലോക്ക് അൺലോക്ക് മിറർ ലോക്ക് ചെയ്യാം. ഓട്ടോ ഡൗണ് നമുക്ക് ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ. മറ്റേ സൈഡ് ബാക്കിയെല്ലാം പ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിലുള്ളൊരു സാധനമാണ് കേട്ടോ ഈ വരുന്നതൊക്കെ. നമുക്കകത്ത് കയറാം. ഇവിടെ നമുക്ക് ലോക്ക് അല്ലാതെ ചെയ്യാൻ പറ്റും, അൺലോക്ക് ചെയ്യാം. പറഞ്ഞ സമയത്ത് ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓണാക്കുക ഓഫാക്കുക ആയിട്ടുള്ള പരിപാടിയുണ്ട്. ഇവിടെ ഓട്ടോ ഓണ്, ട്രാഫിക്കിൽ പോയി നിന്നിട്ട് ന്യൂട്രൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ഓഫാവും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഓഫ് ആവത്തില്ല. പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് ഓണാക്കുമ്പോൾ നമുക്ക് ഇത് റീസെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ലൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതാണ്. 5 ലിറ്റർ ഹൈറ്റ് അഡ്ജസ്റ്റ് ആവും. 0 ലിറ്റർ താന്ന് നിൽക്കും. AC വെൻറ്റുകളാണ് പറഞ്ഞത്. പുഷ് ബട്ടണാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ലൈറ്റ് നമുക്ക് ഓട്ടോയിലിടാൻ പറ്റും. ഓട്ടോയിലിട്ടിട്ട് നമുക്ക് ഈ സാധനത്തിനകത്ത് ഗൈഡ് മീ ഹോം എന്ന് പറഞ്ഞൊക്കെ സാധനമുണ്ട്. അതായത് നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് 10 സെക്കൻഡ് ലൈറ്റ് കത്തി കിടക്കും. അടുത്ത്
വണ്ടി ഓണാക്കുമ്പോൾ 10 സെക്കൻഡ് ലൈറ്റ് കത്തി കിടക്കും. ആരുടെ വീഡിയോ സജഷൻ തന്നെ പോണ ആരൊക്കെയാ പോണത്? ആംബുലൻസ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത്. ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ. അതൊക്കെ ഞാൻ ഓട്ടിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് USB കുത്താൻ പറ്റും. USB ചാർജ് ചെയ്യാനല്ല കുത്തുന്നത്, പാട്ട് കേൾക്കാനാണ് കുത്തേണ്ടത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ചാർജർ കണക്ട് ചെയ്യാനുള്ള കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ ചാർജറൊക്കെ മേടിച്ചാൽ കണക്ട് ചെയ്തിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. ഇത് ഗ്ലോ ബോക്സ് ആണ്. ഗ്ലോ ബോക്സ് ഒക്കെ ഞാൻ അപ്പുറത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ ഡയറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. DJ ഹീറ്റ് ആയപ്പോഴും ഗ്ലെയർ കയറി കേട്ടോ. അതാണ് നേരത്തെ കുറച്ച് ബ്ലർ പോലെ തോന്നിയത്. ഞാനിപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലെൻസ് നമുക്ക് ഊരാൻ പറ്റുന്നതുകൊണ്ട് അത് നല്ലൊരു ഉപയോഗമാണ് കേട്ടോ. ഇപ്പോൾ ഗ്ലോ ബോക്സിൻ്റെ ഒക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്ലോ ബോക്സ് വരുന്നത്. ഇതിനകത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത് നമ്മളെ ഗാർവെയറിൻ്റെ വാറണ്ടി കാർഡാണ് കേട്ടോ. ഗാർവെയർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയ ടിൻ്റാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് ആ ഒരു ഗാർവെയറിൻ്റെ ടിൻസാണ്. അത്യാവശ്യം നല്ല പ്രീമിയം സാധനമാണ് കേട്ടോ. പക്ഷേ പ്രീമിയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രീമിയം ലക്ഷറി കാറിലൊക്കെ ഒട്ടിക്കുന്ന സാധനമല്ല, നോർമലി ഉള്ള ചാത്തനല്ലാത്ത നല്ലൊരു സാധനമാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഒക്കെ തുറക്കുമ്പോൾ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കയറിയിരിക്കുമ്പോൾ ഇത് ഏറ്റവും ബാക്കിലോട്ട് ഇട്ടൊക്കെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ആണ്. നല്ല സ്പേസ് ഉള്ളതാണ്. ഒരു 8000 കിലോമീറ്ററോളം കണ്ടിന്യൂസ് 4-5 മാസമായിട്ട് നമ്മൾ ഒട്ടിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതല്ല നമ്മുടെ ബലേനോ, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. ഇപ്പം ചാരം എല്ലാം നല്ല പക്കയാണ്. നമുക്ക് ബാക്കിൽ AC വെൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ചാർജർ കൊടുക്കാനുള്ള 2 ഓപ്ഷനുണ്ട്. ഈ ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തള്ളി നിൽക്കാനുള്ള വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഇത്. ഇവിടെ പിടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വിസിബിലിറ്റിയൊക്കെ നല്ല വിസിബിലിറ്റിയാണ് ഫ്രണ്ടിലോട്ടുള്ളത്. ഇവിടെ പുഷ് ബട്ടൺ താക്കാനുള്ള പൊക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഉള്ള വണ്ടികളിലും വരണ സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് ബാക്ക് വന്നിട്ട് ഡിക്കി തുറക്കാനായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഞെക്കിയൊന്നും വേണ്ട. ഇവിടെ തന്നെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇതാ കാണിച്ചു തരാം. ഈ സ്വിച്ച് ഞെക്കിയാൽ തുറക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ പാർസൽ ട്രേ വരുന്നത്. ഡിക്കി അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ സ്ഥിരം ഓട്ടിക്കണ അല്ലെങ്കിൽ യൂസ് ചെയ്യണ ആ ഒരു മോഡലായതുകൊണ്ട് നമുക്ക് പക്കയുണ്ട് ഈ വണ്ടി. നിങ്ങളൊരു പെട്ടെന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തോണം. അല്ലാതെ നിങ്ങൾ വെറുതെ 3 സിലിണ്ടർ ഇറങ്ങാൻ കാത്തിരിക്കില്ല. നിങ്ങൾക്ക് മാക്സിമം പോയി ഓട്ടോമാറ്റിക് ഒരു 10 to 13 വരെയൊക്കെ മൈലേജ് കിട്ടും. മാനുവലാണെങ്കിൽ ഒരു 15-16 നിങ്ങൾക്ക് എന്തായാലും മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് എടുക്കണവർ ഓട്ടോമാറ്റിക് എടുക്കുക, മാനുവൽ എടുക്കണവർ എടുക്കുക. ഇപ്പോൾ ഇത്രയൊക്കെയാണ്. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ഓട്ടോമാറ്റിക് കാർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിയതിനു ശേഷം ഞാനിപ്പം ഡ്രൈവിൽ ഇവിടെ ഇട്ടൊക്കെയാണ്, അതായത് ഗിയറിൽ വണ്ടി ഇട്ടൊക്കെയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വണ്ടി കൊണ്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം, അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞത്, ഇപ്പം ന്യൂട്രാക്കിയിട്ടുണ്ട്, വണ്ടി ബ്രേക്ക് ഓടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ബ്രേക്ക് ചവിട്ടിയിരുന്നാൽ മാത്രമേ നമുക്കിതായി ഗിയറിൽ ഒട്ടയിടാൻ പറ്റുള്ളൂ. ഡ്രൈവ് ആണെങ്കിലും റിവേഴ്സ് ആണെങ്കിലും എന്താണ്. ഇപ്പം ന്യൂട്രിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഡ്രൈവിലിട്ടാൽ വണ്ടി പോകില്ല, ഇങ്ങനെ ബീപ്പ് കേട്ടുകൊണ്ടിരിക്കും. അവിടെ നിന്ന് റിവേഴ്സ് ഇട്ടാലും വണ്ടി പോകില്ല. സോ നമ്മൾ ന്യൂട്രലിട്ടിട്ട് ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അല്ല, പോകാനായിട്ട് വണ്ടി എടുക്കുക. ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടുണ്ട്, താഴത്തിട്ടാലാണ് ഡ്രൈവ്. ന്യൂട്രൽ വലത്തോട്ട് തട്ടിയിട്ട് മുകളിലോട്ട് ഇടുമ്പോൾ റിവേഴ്സ്, താഴോട്ടിടുമ്പോൾ ന്യൂട്രാവും, ജസ്റ്റ് താഴോട്ടിടുമ്പോൾ ഡ്രൈവ് ആവും. ഇടത്തോട്ട് തട്ടിയ മാനുവൽ മോഡിപ്പം താഴോട്ട് 1st, 2nd, 3rd, 4th, 5th ഗിയർ നമുക്ക് ഇടാൻ പറ്റും. മുകളിലോട്ടാണെങ്കിൽ ഡൗൺ ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 2nd ഗിയറിന് മുകളിലോട്ട് നമുക്കിങ്ങനെ നിർത്തിയിട്ട് കഴിയുമ്പോൾ ഗിയർ അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവ് മോഡിലിടുക. D1 അവിടെ കാണിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് മാനുവലും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ഈ ക്ലസ്റ്ററിൽ D കാണിക്കും, D1, D2, D3 മനസ്സിലായി. അപ്പം നമ്മൾ മാനുവൽ ഗിയർ ബോക്സിൽ അത് കാണിക്കത്തില്ല, ഉള്ളി അപ്പ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഓക്കെ, കണ്ടല്ലോ അവിടെ D1 എന്ന് കാണിച്ചിരിക്കുന്നുണ്ട്. അവിടെ നമ്മളിപ്പം മാനുവലിലോട്ട് തട്ടിയിട്ട് താഴ്ത്തിടുമ്പം DM2 കാണിക്കും, മാനുവൽ 2 കാണിക്കും, മാനുവൽ 1 കാണിക്കും. പിന്നെ ന്യൂട്രൽ പരിപാടിയൊന്നുമില്ല. മാനുവൽ 1-ന് മുകളിലോട്ട് അങ്ങോട്ട് മൈനസ് ഒന്നുമില്ല. ഡ്രൈവിലിട്ട് അവിടെ ഡ്രൈവ് മോഡാണെന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് പരിപാടി. ഹാൻഡ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബ്രേക്ക് എടുക്കുമ്പം തന്നെ നമ്മളെ വണ്ടി ഇതാ മൂവ് ആയി തുടങ്ങുന്നുണ്ട്. ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട, ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ നമ്മളെ വണ്ടി ഇതാ മൂവ് ആവണുണ്ട് കേട്ടോ. നമ്മളെ വണ്ടിക്ക് മൂവ് ആവാനായിട്ടുള്ള ആ ഒരു പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട്. മറ്റേ ഹിൽ ഹോൾഡ് പരിപാടിയൊക്കെ ഓട്ടോമാറ്റിക് കാറായതുകൊണ്ട് അല്ലെങ്കിലും ഉണ്ട്. നമ്മളെ മാനുവൽ വണ്ടികൾക്കൊക്കെ ഇപ്പോഴല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ പോകുന്നത്? ശംഖുമുഖത്ത് നിൽക്കുന്ന സ്റ്റാഫുകളൊക്കെ അത്യാവശ്യം നല്ല മാന്യന്മാരായിട്ടുള്ള സ്റ്റാഫുകളാണ്. നമ്മളൊരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല, അപ്പുറത്ത് ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി വണ്ടി ഇട്ടോട്ടെ, ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് എടുത്തോ എന്ന് പറഞ്ഞു. ഈ വ്യക്തി നല്ല വ്യക്തി തന്നെ കേട്ടോ. പോകാനായിട്ട് നമ്മൾ പോകുന്നു. 20 രൂപയാണ് കേട്ടോ ഇവിടെ പാർക്കിങ്ങിന്. 1 മണിക്കൂറാണെന്ന് തോന്നുന്നു, നോക്കിയില്ല. ഇതാണ് നമ്മളുടെ ആ ഒരു സംഭവം, സംകൃത ആ സാധനങ്ങളൊക്കെ.
ശംഖുവൊക്കെ അത്യാവശ്യം ഡെവലപ്പ് ആവുന്നുണ്ട്, പണികളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ചവിട്ടിപ്പൊളന്ന് എത്ര ഗിയർ പോകുന്നൊന്നും കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് പുതിയ വണ്ടിയാണ്. ഒരു 360 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ 10.2 മൈലേജ് കാണിക്കുന്നത്. ഓട്ടോമാറ്റിക് കാറിന്, പുതിയ വണ്ടിക്ക് അത് വളരെ മാന്യമായിട്ടുള്ളൊരു മൈലേജാണ്. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ആ ഒരു സമ്പ്രദായം. ഞാനിനി മുകളിൽ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഓട്ടിക്കാൻ. ഞാനിപ്പം ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുകയാണ്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഗിയർ 1 തന്നെയാണ് കിടക്കുന്നത്. കാലെടുത്തിട്ട് അടുത്ത് കൊടുക്കുമ്പോൾ സെക്കൻഡ് ഗിയറിലോട്ട് പോവുകയാണ്. അല്ലാതെ കാല് വെച്ചുകൊണ്ടിരുന്നാലും പോവും, പക്ഷേ കാലങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യും. മനസ്സിലായി? ആ ഒരു ലാഗ് ഫീൽ ചെയ്യണതുകൊണ്ടാണ് കാലെടുത്തിട്ട് കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാനുവൽ ഗിയർ ബോക്സ് നമുക്ക് ഓട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ, മാനുവൽ ഗിയർ ബോക്സുള്ള വണ്ടി ഓട്ടിക്കാനായിട്ട് 1/2 സെക്കൻഡ് മുതൽ 1 സെക്കൻഡ് വരെ എടുക്കാം എന്നാണ് പഠനം പറയുന്നത്. നമ്മളെ വണ്ടി ഗിയർ മാറുമ്പോൾ 0.5 മുതൽ 1 സെക്കൻഡ് വരെ നമുക്ക് ഗിയർ മാറാൻ എടുക്കാം, ക്ലച്ച് ചവിട്ടി ഗിയറിലോട്ട് മാറാനായിട്ട്. പക്ഷേ അത് AMTയിലോട്ട് പോകുമ്പം ആ 1 സെക്കൻഡിൻ്റെ AMTയിലും എടുക്കും. പക്ഷേ നമ്മൾ ക്ലച്ച് ചവിട്ടാൻ ഈ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ഈ ക്ലച്ച് ചവിട്ടി ഗിയർ മാറുന്ന സമയം ആ കാല് നമ്മൾ വലത്തെ കാല് ആക്സിലേറ്ററിൽ തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യും. മനസ്സിലായോ? അതേ സമയത്ത് ആ ലാഗ് ഫീൽ ചെയ്യായിരിക്കും നമുക്കിപ്പോൾ ഗിയർ മാറാൻ നേരത്ത് നമുക്കിപ്പോൾ ഈ ഒരു ഇപ്പം 4ാമത്തെ ഗിയർ പോവുകയാണ്, നമുക്ക് ആ ഗിയർ മാറി 5ലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു 5ാമത്തെ ഗിയർ മാറാനുള്ള RPM ആയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഡൗൺ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ 2ാമത്തെ ഗിയറിൽ പോകും. എന്നിട്ട് നമുക്ക് കാല് കൊടുത്ത് ഇങ്ങനെ പോകാൻ പറ്റും. കാലെടുക്കുമ്പം അടുത്ത ഗിയർ മാറി ആ ഒരു ലാഗൊന്നും ഇല്ലാതെ നമുക്ക് ഓട്ടിക്കാൻ പറ്റും. മനസ്സിലായോ? 3ാമത്തെ ഗിയർ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ആ കാലെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാല് കൊടുക്കുമ്പോൾ 4ാമത്തെ ഗിയർ ആയി കഴിഞ്ഞു. 1 സെക്കൻഡ് നമ്മൾ കാലെടുത്ത് വെച്ചാൽ അപ്പോൾ ആ 0.5 സെക്കൻഡ് നിങ്ങൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് മാറാൻ പറ്റും. ഗിയർ ഓട്ടോമാറ്റിക് വണ്ടിയിൽ ആ ഒരു ഗിയർ മാറും. അത് AMT ആയതുകൊണ്ടാണ്, അതായത് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയതുകൊണ്ടാണ് അങ്ങനത്തെ പരിപാടി. ഇതിന് CVTയിലോട്ട് പോകുമ്പോഴും അതേപോലത്തെ പരിപാടി തന്നെയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഓട്ടോമാറ്റിക്കലി ലാഗ് കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 20-25 ലക്ഷം രൂപ റേഞ്ചിലുള്ള വണ്ടികളിലോട്ടൊക്കെ പോകണം. ഒരു DCT, DSG അങ്ങനത്തെ ഗിയർ ബോക്സ് വരുന്ന വണ്ടികളിലോട്ടൊക്കെ പോകണം. അറ്റ്ലീസ്റ്റ് ഒരു 15-16 ലക്ഷം രൂപയൊക്കെ വരുന്ന ടോർക്ക് കൺവേർട്ടറിലെങ്കിലും പോയാൽ, അതായത് AT അതിലോട്ടെങ്കിലും പോയാലേ നിങ്ങൾക്ക് ആ ലാഗ് ഇല്ലാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ATയിലോട്ട് പോകണമെങ്കിൽ നിങ്ങളൊരു 90 HP അല്ലെങ്കിൽ 100 HP ഉള്ള വണ്ടി പോയിട്ട് കാര്യം ഉണ്ടോയെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. ഒരു 110 HP ഒക്കെ ഉള്ള വണ്ടി, ഇപ്പം ഏത് വണ്ടി എന്ന് പറഞ്ഞാൽ സ്കോഡയില, കൈലാക്ക് അങ്ങനത്തെ വണ്ടികൾ, വേർട്ടസിൻ്റെ 1 ലിറ്റർ, പിന്നെ സ്കോഡയില അത് സ്ലാവിയ 1 ലിറ്റർ ഉണ്ട്. ഇതിലോട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് ATയൊക്കെ പെടാന്ന് പറഞ്ഞ് ഗിയർ മാറിപ്പോവും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഫ്രോങ്സിൻ്റെ 1 ലിറ്റർ ടർബോ ആ ഒരു സാധനം, ബൂസ്റ്റർ ജെറ്റ് അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 100 HP 99 HP അങ്ങനെ എന്തോ ആണ്. അതിലെ ATയും കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ഒരു AT എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പരിപാടി. അപ്പം പുതിയ വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ആ ഗിയർ ഷിഫ്റ്റിംഗ്, ടോപ്പ് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് കാണിച്ചു തരാം. അത് ഒരു 1000-1500 കിലോമീറ്ററൊക്കെ വരെ നിങ്ങളൊരു 2000-2500 3000 RPM ഷിഫ്റ്റ് ചെയ്ത് കളിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത്. അത് കഴിഞ്ഞ് നിങ്ങളൊരു 1000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു 5000 ക്ലോക്ക് ചെയ്തിട്ടൊക്കെ ഗിയർ മാറിയൊക്കെ കളിക്കാൻ പറ്റും. ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സാധനം ഭയങ്കര ഫൺ ടു ഡ്രൈവ് സാധനമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 4ാമത്തെ ഗിയർ പോവുകയാണ്, 4ാമത്തെ ഗിയർ പോകണ വണ്ടി എനിക്ക് അടിച്ച് 2 ഗിയർ ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് വിടുമ്പം 2ാമത്തെ ഗിയറായി. 2ാമത്തെ ഗിയറായി കഴിഞ്ഞു. മനസ്സിലായ? 2 ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഫ്ലൈറ്റ് പറഞ്ഞത് അത് ഇനി X300 അൾട്ര എടുത്താൽ ശരിയാവൂല ഇപ്പോൾ, അല്ലേ? കിട്ടൂലല്ലേ? ഫ്ലൈറ്റ് പറഞ്ഞ സൂപ്പർ സാധനം എടുക്കുമായിരുന്നു. പോട്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് സാധനം. നമുക്ക് ഇനി അടുത്ത് മൈലേജ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അത് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞ് എഞ്ചിനൊക്കെ സീറ്റിംഗ് ആയതിനു ശേഷം മാത്രമേ നമുക്കത് എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ 10.2 കൂട്ടണ്ട, മര്യാദയ്ക്കുള്ളൊരു ഓട്ടിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 13 വരെയൊക്കെ ഇതിനെന്തായാലും കിട്ടും മൈലേജ് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടിയാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗിയർ മാനുവലി ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. മാനുവലി ഷിഫ്റ്റ് ഇപ്പോൾ മാനുവൽ 5ലാണ് പോണത്. മാനുവൽ 5ൽ നിന്ന് ഇങ്ങനെ ആക്കിയാൽ 4ൽ കയറും. ഇടത് വശത്തൂടെ കയറി പോകണ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഇഗ്നിസിൻ്റെ വീഡിയോ ഇട്ടില്ലേ, ഇഗ്നിസിൻ്റെ വീഡിയോ ഇട്ട സെയിം സംഭവം തന്നെയാണ്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാനായിട്ട്. പിന്നെ ഇഗ്നിസ് കുറച്ച് വെയിറ്റ് കുറവ് എന്നുള്ളതേ ഉള്ളൂ. പറന്ന് നിൽക്കും. ഇത് ഇച്ചിരി വെയിറ്റ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ ആ ഒരു ഗിയർ, ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുമ്പോൾ ഉള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ സൗണ്ടൊന്നും ഇല്ല. ആ ഒരു സൈലൻസും കൂടെ നമുക്കുണ്ട്, അല്ലേ? നമ്മളെ വണ്ടിയിൽ നിന്ന് കുറച്ചുകൂടെ സൈലൻസ് നമുക്ക് ഫീൽ ചെയ്യണം ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ട് വരുമ്പോൾ.
അത്രയുള്ള വ്യത്യാസം. എനിക്ക് ഓട്ടിക്കുമ്പം ഒരു ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് പഴയ പെട്രോൾ സ്വിഫ്റ്റും ഡീസൽ സ്വിഫ്റ്റ് ഓടിക്കുമ്പോൾ നമുക്കൊരു വെയിറ്റ് ഫീൽ, നമ്മൾ ആ ഒരു വെയിറ്റ് വലിച്ചുകൊണ്ട് പോകുമ്പോൾ തോന്നുമെന്നൊക്കെ നമ്മൾ പറയൂലേ, അതുപോലെ ഒരു വെയിറ്റ് കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മാനുവൽ വണ്ടിയേക്കാളും കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലായിരിക്കും. അതിനെപ്പറ്റി ഒരു റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളത് നോക്കുക, ഗൂഗിളിൽ പോയിട്ട് മാനുവൽ പെട്രോൾ ബലേനോ വേഴ്സസ് ഓട്ടോമാറ്റിക് പെട്രോൾ ബലേനോ വെയിറ്റ് കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സമ്പ്രദായങ്ങൾ കേട്ടോ. അല്ല വേറൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ 340i അല്ലേ കമ്പനി കൊണ്ടുപോകണത്, രജിസ്റ്റേർഡ് അല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വേറെ എന്തെങ്കിലും ഗിയർ ബോക്സുകളെ പറ്റിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, വണ്ടികളെ പറ്റിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളിതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. ഭയങ്കര രസമാണ് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, അര സെക്കൻഡ് മുതൽ 1 സെക്കൻഡ് വരെ എടുക്കുമെന്ന് ഗിയർ മാറാനായിട്ട്. ഇത് നമ്മളെ മാനുവലി ഓട്ടോമാറ്റിക്കലി 1 സെക്കൻഡ് അടുപ്പിച്ചെടുക്കും. പക്ഷേ അത് DSGയിലോട്ട് DCTയിലോട്ട് പോകുമ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 0.008 സെക്കൻഡാണ്. ഓൾറെഡി ഒരു ക്ലച്ച് അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ 3rd ഗിയറിൽ ക്ലച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. മാറടാ ഗിയർ എന്ന് വണ്ടി തന്നെ ഗിയർ ബോക്സിനോട് പറഞ്ഞോളും. ഓട്ടോസിനെ പറ്റി പറഞ്ഞില്ല, പോകണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓട്ടോമാറ്റിക് ബലേനോയെ പറ്റി. എടുക്കാൻ ആഗ്രഹമുള്ളവർ അയ്യോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ലാഗാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ഇത് ഓട്ടിക്കേണ്ട രീതി അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഫൺ ടു ഡ്രൈവ് വണ്ടിയാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് അത്രയും ലാഗില്ലാത്ത ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങളൊരു 20 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. വേറെ ഏത് കാർ വേണമെന്നുള്ളത് പറയുക, വേറെ ഏത് ബൈക്ക് വേണമെന്നുള്ളത് പക്ഷേ പറയുക. അപ്പോൾ ഇനി നമ്മൾ ചാനലിൽ ബലേനോ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം എല്ലാ ബലേനും നമ്മളിട്ട് ബേസ്, അതിൻ്റെ തൊട്ട് മുകളിലത്തത്, അതിൻ്റെ തൊട്ട് മുകളിലത്തത്, ഏറ്റവും ടോപ്പ് എൻഡ് നമ്മളെ വണ്ടി, ഇതാ ഓട്ടോമാറ്റിക് വണ്ടി, എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. സോ ബലേനോൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് വേണമെങ്കിൽ POV ഷോർട്സ് കാര്യങ്ങളൊക്കെ അടുത്ത ഒരു വീഡിയോയിലോട്ട് ഇടാം. മാനുവൽ ഓട്ടിച്ചിട്ട് ഇതിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് ക്ലച്ചിൽ ചവിട്ടുണ്ട്. ക്ലച്ചില്ല, പെട്ടെന്ന് പാനിക്കായിട്ട് ചവിട്ടണമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നിങ്ങൾ മാനുവലിൽ നിന്ന് പെട്രോൾ ഓട്ടോമാറ്റിക്കിലോട്ട് പോകുമ്പോൾ ഉണ്ടാവും, സ്വാഭാവികം. അപ്പം ശരിയാടേ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.